ഈ സീഷോറിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അവർ ഡൈവിംഗ് ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് ഫലപ്രദമാകും എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അനുമാനം. അതിനുപരിയായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്ന മറ്റൊരു മെക്കാനിസം, കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഇന്നലെ സെർച്ച് നടത്തിയെങ്കിലും അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ലോഡ് ചെയ്ത് വരുന്ന ഫ്യൂവല് കൊല്ലത്തെത്തിക്കഴിഞ്ഞ് അവർക്ക് ആ ഫ്യൂവല് തീരുമ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ അതിനുവേണ്ടി ചെയ്തേക്കുന്നത് അത് ആശ്രാമം മൈതാനത്തിൽ ലാൻഡ് ചെയ്യാനും എന്നിട്ട് കൊച്ചിയിൽ നിന്നുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ATF ഇവിടെ കൊണ്ടുവന്ന് അത് റീഫ്യൂവലിംഗ് ചെയ്യാനായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരു അഡീഷണൽ എഫേർട്ടായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിലെല്ലാം ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററും ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയും ഒപ്പം സെൻട്രൽ പെട്രോകെമിക്കൽ മിനിസ്റ്ററായ സുരേഷ് ഗോപി സാറിൻ്റെ സപ്പോർട്ടും നമുക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും എല്ലാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ അവരുടെ മറ്റൊരാവശ്യമായിരുന്നു, ഫിഷർമെനിലുള്ള 2 പേരെ കൂടെ പോകുന്ന ബോട്ടിൽ നമുക്ക് വിടണം. പിറ്റേ ദിവസം മുതൽ നമ്മളത് ഇന്നലെ ചെയ്തു. ഇന്നിപ്പോൾ പോയ എല്ലാ ബോട്ടിലും ഇവിടുന്ന് തീരത്തുനിന്ന് പോയേക്കുന്ന ബോട്ടിലെല്ലാം അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള 2 ഫിഷർമെനെ വിട്ടിട്ടുണ്ട്. സാധ്യമായ എല്ലാ എഫേർട്സും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എഫേർട്സിൻ്റെ ഒരു. ഇപ്പം വരെ ഒരുവിധം കാലാവസ്ഥ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പം നല്ലൊരു മഴ പെയ്തല്ലോ, നല്ലൊരു കാലാവസ്ഥ നമുക്ക് കിട്ടും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ്. കൊല്ലം തീരത്ത് മാത്രമാണോ മേഡം, അതോ കുറച്ചുകൂടി വൈഡായിട്ടുള്ള മേഖലയിലേക്ക് നമ്മൾ സെർച്ചിങ് നടത്തുന്നുണ്ടോ? എവിടൊക്കെയാണോ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആ ഏരിയയിലേക്കെല്ലാം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ആ നെറ്റ് കിടക്കുന്ന ഏരിയയിൽ കല്ലുകളുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവും. ആ ഏരിയയാണ് ഇപ്പം സ്ക്യൂബ ഡൈവേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പാറക്കിടകളിൽ, ഇതിന് മുമ്പൊക്കെ നമുക്ക് പല പ്രാവശ്യവും സക്സസ്ഫുള്ളായ ഒരു ഓപ്പറേഷനായിരുന്നു പാറകൾക്കിടയിൽ. അതാണ് മെയിനായിട്ടും ഏരിയൽ സെർച്ചിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് പാറകൾക്കിടയിലില്ല, അതായത് എവിടെയാണോ അപകടം നടന്നത് അതിൻ്റെ ഈ വലകൾ കൂടി തന്നെയാണ് കിടക്കുന്നത് എന്നുള്ള നിഗമനത്തിലാണോ നടക്കുന്നത്? അതൊരു വൺ ഓഫ് ദി എന്താ പറയുക പ്രതീക്ഷയാണ് നമ്മളുടെ. എന്നാൽ കഴിഞ്ഞ ദിവസം ഫിഷർമെൻ കമ്മ്യൂണിറ്റി പറഞ്ഞല്ലോ, നമ്മുടെ താപനിലയത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു ബോഡി പോലെ കണ്ടതായിട്ടൊരു ഒബ്സർവേഷൻ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് ബോട്ട് അയക്കുകയും ഒപ്പം ആലപ്പുഴയുടെ ഒരു ഏരിയ ആയതുകൊണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടറോട് സഹായം ആവശ്യപ്പെടുകയും അവരുടെ ബോട്ട് സർവീസ് നമുക്ക് എടുക്കുകയും ചെയ്തു. അപ്പം എവിടൊക്കെയാണോ സസ്പെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിലെല്ലാം തന്നെ ആവശ്യമായ റെസ്ക്യൂ മെക്കാനിസം എൻഷുർ ചെയ്യുകയും നമ്മളുടെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്നും, കോസ്റ്റൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തും ഗവൺമെൻറ് ഓവറോൾ കോർഡിനേഷൻ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ജില്ലയുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററായ ഷിബു ബേബി ജോൺ സാർ അതിനകത്ത് കാര്യമായ എഫേർട്സ് ഇടുന്നുണ്ട്. ഒപ്പം എം പ്രേമചന്ദ്രൻ സാറ് എല്ലാവരും, ഈവൻ MLAs പോലും നമുക്ക് വിളിച്ച് നമ്മളോട് സംസാരിക്കുകയും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സ്കൂബ ഡൈവേഴ്സ് അവിടെ പരിശോധന നടത്തുന്നത് നേവിയുടെ സംഘമാണ്. ഇന്നത്തോടെ ആ ഭാഗത്തുള്ളൊരു ക്ലാരിറ്റി നമുക്ക് വരുത്താൻ വരണം. നമുക്ക് കാലാവസ്ഥ നമുക്ക് ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മാക്സിമം എഫേർട്ട് അവിടെ ഇടും. അത് തുടർ ദിവസങ്ങളിൽ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഇന്നത്തെ ഓപ്പറേഷൻസിന് ശേഷം തീരുമാനിക്കാം.